നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കണ അറിയാം, കരിപ്പൂർ എയർപോർട്ടിൻ്റെ റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ വന്ന് നിൽക്കണേ. അപ്പോൾ പ്രവാസികൾക്കും അതുപോലെ യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കും എല്ലാവർക്കും കൂടി ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കേട്ടൊരു വാർത്തയായിരുന്നു PWD റെസ്റ്റ് ഹൗസ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു എന്നുള്ളത്. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് സാറാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പം നിങ്ങൾ ഇന്ന് കാണാൻ പോണത് എന്താ വെച്ചാൽ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ റെസ്റ്റ് ഹൗസ് എങ്ങനെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാമെന്നും അതുപോലെ ഈ റെസ്റ്റ് ഹൗസിന് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് കാണണം. അപ്പോൾ കേരളത്തിലുടനീളം ഈ റെസ്റ്റ് ഹൗസ് സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും അടുത്തുള്ള കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി തുറക്കലിൻ്റെ അടുത്താണ് ഈ റെസ്റ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദാ KTDC ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ ഈ റെസ്റ്റ് ഹൗസ് ഉള്ളത്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് PWD റെസ്റ്റ് ഹൗസ് കൊണ്ടോട്ടിയിലുള്ള. അപ്പോൾ 400 രൂപയാണ് ഇവിടുത്തെ ചാർജ് കേട്ടോ. അപ്പോൾ ഈ 400 രൂപ എന്ന് പറഞ്ഞാൽ 2 വലിയവർക്കും 2 കുട്ടികൾക്കുമാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. ഫസ്റ്റ് ഒന്ന് കയറി ചെല്ലുമ്പോൾ നല്ല ഒരു വരാന്തയാണ് കേട്ടോ നമ്മൾ കാണണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കുള്ള റൂം എന്ന് പറഞ്ഞാൽ മുകളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കുള്ള റൂമിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാം. അടിപൊളിയായിട്ടുള്ള റൂമാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരുപാട് ഭംഗിയുണ്ട് ഇത് കാണാൻ. നല്ല വൃത്തിയാണ് മെയിനായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള റൂമാണ്. 2 ബെഡുണ്ട്, അത്യാവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും. അതായത് ഞാൻ പറഞ്ഞതാ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു മേശയും ഒരു ചെയറും ഉണ്ട്. അങ്ങനെ പിന്നെ നോക്കുകയാണെങ്കിൽ ദാമനും അപ്പുറത്ത് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ പറ്റിയ നല്ല ഷാറായിട്ടുള്ള നല്ല അടിപൊളി ഒരു ജനലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നിലമൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട്. പിന്നെ ഈ റൂമിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ ഒരു ബാത്റൂം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയൊക്കെ കേട്ടോ നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ എന്താ വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബാത്റൂം തന്നെയാണ്. നല്ല വിസ്താരമൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്, വെള്ളം സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നല്ലൊരു അടിപൊളി ഡ്രസ്സിങ് ടേബിളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുങ്ങാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ഡ്രസ്സിങ് ടേബിളും നല്ലൊരു ഭംഗിയുള്ളൊരു കണ്ണാടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും 400 രൂപ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. ഏറ്റവും ചുരുങ്ങിയ വിലയാണ് 400 രൂപ എന്നൊക്കെ പറഞ്ഞാൽ. 400 രൂപയ്ക്കൊക്കെ ഇപ്പോൾ ഇതേപോലത്തെ ഒരു റൂമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും. അപ്പോൾ എന്തെന്ന് പറഞ്ഞാലും നമുക്ക് 400 രൂപയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഈ റെസ്റ്റ് ഹൗസിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് വെച്ചാൽ non-AC റൂമാണ് കേട്ടോ. AC റൂം വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഇവിടെ എന്താ വെച്ചാൽ അത്യാവശ്യം 2 ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല സൗകര്യമാണ്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഈ റൂമിൽ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടൊരു ഡൈനിങ് ഹാളും കൂടി ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കാം കേട്ടോ. കേരളത്തിൽ 14 ജില്ലകളിൽ ഈ PWD റെസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. അതിൽ തന്നെ ഓരോ ജില്ലകളിലും ഒന്നിൽ കൂടുതൽ റെസ്റ്റ് ഹൗസുകളുണ്ട്. സംസ്ഥാനത്ത് 153 PWD റെസ്റ്റ് ഹൗസിലായി 1151 മുറികളാണുള്ളത്. AC, non-AC, AC സ്യൂട്ട് എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് മുറികളുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല അടിപൊളിയല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇവിടെ ബുക്കിങ്ങിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക, ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാം. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാണ് നിങ്ങൾക്ക് ഒന്നും കൂടി സേഫ്. കാരണം ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ എന്നുള്ള അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഓൺലൈനിൽ ചെയ്താൽ നമുക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, ഫോണിൽ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ മനു നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാന്നുള്ളത്. റെസ്റ്റ് ഹൗസിൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ കയറേണ്ട വെബ്സൈറ്റാണിത്. ഗൂഗിളിൽ ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. അതായത് resthouse.pwd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഈ റൂം ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ നിന്ന് ഓൺലൈൻ ബുക്കിംഗ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് തരും. അത് അഗ്രി ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ബുക്കിംഗ് റിക്വസ്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കും. അതിൽ ഗവൺമെൻറ് ഒഫീഷ്യലാണോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആണോ, അതോ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടാണോ റൂം എടുക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങളാണ് റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ ജനറൽ പബ്ലിക് ക്ലിക്ക് ചെയ്യുക. ശേഷം സെലക്ട് അപ്ലിക്കൻ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക. ജനറൽ സിറ്റിസൺ എന്ന് കൊടുക്കുക. അതിനുശേഷം പർപ്പസ് ഓഫ് വിസിറ്റ് പ്രൈവറ്റ് ടൂർ എന്ന് കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് അക്കോമഡേഷൻ എവിടെയാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് ഞങ്ങൾ മലപ്പുറത്ത് കൊണ്ടോട്ടിയിലെ റൂമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ
ആ ഓപ്ഷൻ ഇവിടെ പിക്ക് ചെയ്യുകയാണ് ഞാൻ. അതേപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ റൂം വേണ്ടത് അത് ഇതിൽ പിക്ക് ചെയ്യുക. കൊണ്ടോട്ടി കൊടുത്തു. അതിന് ശേഷം ചോദിക്കുന്നത് പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല, അപ്പോൾ അത് നോ തന്നെ വയ്ക്കുക. അടുത്തത് റൂം ടൈപ്പ് ഏതാണെന്ന് കൊടുക്കേണ്ടത്. ഡബിൾ റൂം AC ഉണ്ട്, ഡബിൾ റൂം നോൺ AC ഉണ്ട്. ഞങ്ങൾ ഡബിൾ റൂം നോൺ AC ആണ് എടുക്കുന്നത്. അടുത്ത സെക്ഷനിൽ കാണുന്നത് വെച്ചാൽ മാക്സിമം എത്ര ആൾ വരെ ആ റൂമിൽ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് മുതിർന്നവർ 2 ആളും കുട്ടികൾ 2 ആളുമാണ് ആ റൂമിൽ മാക്സിമം പറ്റുക. അടുത്തത് ചോദിക്കുന്നത് ചെക്ക് ഇൻ ഡേറ്റ് ആണ്. ചെക്ക് ഔട്ട് ഡേറ്റ് തൊട്ടടുത്ത ദിവസം, ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്യണത്. പിന്നെ തൊട്ട് താഴെ നമ്പർ ഓഫ് ഡേയ്സ് വരും, അത് ഒന്ന് തന്നെ അവിടെ തന്നെ വയ്ക്കുക, ഒന്ന് തന്നെയാണ്. അതിന് ശേഷം എത്ര അഡൾട്ട്സാണ് നമ്മൾ റൂം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് എത്രയെന്ന് കൊടുക്കുക. 2 ആളാണ് ഞങ്ങൾ പോണത്, അപ്പോൾ 2 എന്ന് കൊടുത്തു. എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒഴിച്ചിടാം. അതിന് ശേഷം അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മളെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗെറ്റ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മളെടുത്ത മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടുണ്ടാവും, അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം വെരിഫൈ OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് കൂടുതൽ കാര്യങ്ങൾ, അതായത് നമ്മുടെ നെയിം, അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ഏതാണ് ജെൻഡർ, അഡ്രസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാണ്. ആദ്യം തന്നെ എൻ്റെ പേര് ആഡ് ചെയ്യാണ്. അതിന് ശേഷം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാണ്. അതിന് ശേഷം ഇമെയിൽ ID ആഡ് ചെയ്യാണ്. അതിന് ശേഷം ജെൻഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അഡ്രസ്സ് ആഡ് ചെയ്യുക. അടുത്ത ഭാഗത്ത് വെദർ അപ്ലിക്കൻ്റ് വിസിറ്റിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് എന്ന് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അപ്ലിക്കൻ്റ്, അതായത് അപേക്ഷിക്കുന്ന ഞാനും കൂടി റൂം വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് യെസ് എന്ന് കൊടുത്തു. അതിന് ശേഷം നമ്മൾ വിസിറ്റിംഗ് മെമ്പർ ഡീറ്റെയിൽസ് കൊടുക്കണം. നെയിം ഓഫ് ദ വിസിറ്റർ ഓൾറെഡി അവിടെ വന്നെടുക്കുന്നുണ്ട്. ജെൻഡർ ഏതാണെന്നുള്ള മെയിലുണ്ട്, ഏജ് ഉണ്ട്, റിലേഷൻഷിപ്പ് സെൽഫ് തന്നെ കൊടുക്കുക. അതിന് ശേഷം ID ടൈപ്പ്, നമ്മുടെ ഏതെങ്കിലും ഒരു ID ടൈപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ID ടൈപ്പിനുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ID നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഏത് ID ആണ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ID നമ്പറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ ID കാർഡ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് ഇതിൽ ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ID കാർഡ് മുന്നിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ മൊബൈലിൽ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫയൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫയൽസ് വഴി അപ്ലോഡ് ചെയ്യാണ്. അതിന് ശേഷം അഡ്രസ്സ് എന്നുള്ള ഭാഗമാണ്, അവിടെ അഡ്രസ്സ് ഓൾറെഡി വന്നെടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ മെമ്പറെ ഡീറ്റെയിൽസും നമ്മൾ ഇതേപോലെ തന്നെ കൊടുക്കുക. രണ്ടാമത്തെ വിസിറ്ററെ പേര് കൊടുക്കുക, അവരെ ജെൻഡർ ഏതാ വെച്ചാൽ അത് കൊടുക്കുക, ഫീമെയിൽ, ഏജ് കൊടുക്കുക. റിലേഷൻഷിപ്പ് ഓൾറെഡി അവിടെ ഫാമിലി വന്നിട്ടുണ്ട്, അല്ല ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് പിക്ക് ചെയ്യുക, ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഫാമിലി ക്ലിക്ക് ചെയ്യുക. അവരെ ID ടൈപ്പ് ഏതാണെന്ന് കൊടുക്കുക, ID നമ്പർ കൊടുക്കുക. അതിന് ശേഷം അവരെ ID കാർഡും കൂടി ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഭാഗത്ത് അവരെ അഡ്രസ്സ് കൂടി കൊടുക്കുക. ശേഷം ബുക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റിംഗ് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഭാഗം കാണാം. അതിന് ശേഷം എത്ര പേയ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് താഴെ ഡബിൾ റൂം നോൺ AC നമ്പർ ഓഫ് ഡേയ്സ് ഒരു ദിവസത്തിനാണെന്നുണ്ടെങ്കിൽ 400 രൂപ ആണ് പേയ്മെൻറ്റ് എന്ന് കാണിക്കും. അത് കൺഫേം ചെയ്യുക. ആർ യു ഷുവർ ടു കൺഫേം എന്ന് ചോദിക്കുന്നുണ്ട്, അത് ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അതിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അതിന് തൊട്ട് താഴെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ RS 400 എന്നുണ്ടാവും, പേയ്മെൻറ്റ് നോട്ട് ഡൺ എന്നുണ്ടാവും. ഈ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് റൂം റിസർവ്ഡ് ആവുള്ളൂ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് താഴെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ പ്രിൻ്റ് ഔട്ടിൽ തന്നെ ഇതിൻ്റെ താഴെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും അസിസ്റ്റൻസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ, അതേപോലെ തന്നെ അവരെ റെസ്റ്റ് ഹൗസിൻ്റെ, നമ്മൾ ഏത് റെസ്റ്റ് ഹൗസാണ് പിക്ക് ചെയ്തത് വെച്ചാൽ ആ റെസ്റ്റ് ഹൗസിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വിളിച്ചു ചോദിച്ച് നമുക്ക് നമ്മുടെ എൻക്വയറി നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ പേയ്മെൻറ്റ് നടത്താനുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരും. അതായത് നെറ്റ് ബാങ്കിങ് വഴി നടത്താം,
കാർഡ് പേയ്മെൻറ്റ് വഴി നടത്താം, UPI പേയ്മെൻറ്റ് വഴി നടത്താം, റീറ്റെയിൽ ബാങ്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിലേതാണ് നമുക്ക് ഏറ്റവും സൗകര്യപ്രദം വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് മെത്തേഡാണോ പേയ്മെൻറ്റ് ഉപയോഗിച്ച് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ പ്രിൻ്റ് ഔട്ടായിട്ട് നമ്മളെ റെസ്റ്റ് ഹൗസിൽ നമുക്ക് ഏത് സമയത്താണോ ബുക്ക് ചെയ്ത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ റെസ്റ്റ് ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ റൂം അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് PWDൻ്റെ റെസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ സമയം വൈകുന്നേരമായി, നല്ല അടിപൊളിയായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ, നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക, നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിച്ചെടുക്കുക, പ്രത്യേകിച്ച് പ്രവാസികൾക്കും ട്രാവൽ ചെയ്യുന്നവർക്കും. അപ്പോൾ പ്രവാസികൾക്കെന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എയർപോർട്ടുള്ളത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ളവർക്ക് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാം ഏറ്റവും കുറഞ്ഞ ചിലവിൽ. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ട് കൊടുക്കണം, എന്നാലാണ് നമ്മളിരുന്ന അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ നല്ല വെറൈറ്റി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.